എല്ലാവർക്കും നമസ്കാരം. ഇ&സി എഡ്യൂമെന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസി ആണ്, ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി. അതിൽ നമ്മൾ കുറെ നാളുകൊണ്ട് ജേണലിന്റെ പല വശങ്ങളും നമ്മൾ പഠിച്ചു. പലതരത്തിലുള്ള ജേണൽ എൻട്രീസ് നമ്മൾ പഠിച്ചു. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് അലൗഡിന്റെ ജേണൽ എൻട്രി പഠിച്ചു. ദെൻ പർച്ചേസസ് റിട്ടേൺസ്, സെയിൽസ് റിട്ടേൺസിന്റെ ജേണൽ എൻട്രീസ് പഠിച്ചു. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനോട്ട് പോവുകയാണ്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസിന്റെ അടുത്ത സെക്ഷൻ നമ്മൾ പോവുകയാണ്. നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് പഠിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അവിടെ 2 സ്റ്റെപ്പ് ഉണ്ട്: പ്രിപ്പറേഷൻ ഓഫ് ജേണൽ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ. അപ്പൊ ഇന്ന് നമ്മൾ ജേണലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ എല്ലാം പഠിച്ചു. എന്താണ് ജേണൽ എന്നും, എന്താണ് ജേണൽ എൻട്രി, ജേണലൈസിങ് എന്താണ്, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജേണൽസിന്റെ തയ്യാറെടുപ്പ് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ലെഡ്ജർ. ലെഡ്ജർ അല്ലെങ്കിൽ അക്കൗണ്ട്സ് എങ്ങനെ നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. എന്താണ് ലെഡ്ജർ എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ലെഡ്ജർ? ലെഡ്ജർ എന്താണെന്ന് നമുക്ക് നോക്കാം. The transactions are recorded in the journal, are classified and recorded in another account book called ledger. എന്താ പറഞ്ഞത്? നമ്മൾ ജേണൽ എൻട്രി നമ്മൾ കുറെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ ജേണൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ എന്തായി ഓരോ അക്കൗണ്ട്സും മനസ്സിലാക്കിയതിനു ശേഷം ഓരോന്നിനും ഡെബിറ്റ് ആസ്പെക്ട്, ക്രെഡിറ്റ് ആസ്പെക്ട്, നറേഷൻ ഉൾപ്പെടെ നമ്മൾ ജേണൽ എൻട്രി എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനത്ത് 50-60 ട്രാൻസാക്ഷൻ ഉണ്ടായി. എല്ലാറ്റിന്റെയും കൃത്യമായി ഓരോന്നും ട്രാൻസാക്ഷൻ നടന്ന സമയം അനുസരിച്ചുകൊണ്ട് നമ്മൾ ജേണൽ തയ്യാറാക്കി കഴിഞ്ഞു. അങ്ങനെ അവിടെ റെക്കോർഡ് ചെയ്ത ജേണൽ നമ്മൾ ഇനി ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. റെക്കോർഡ് ഇൻ അനദർ ബുക്കിലൂടെ നമ്മൾ മാറ്റാൻ പോവുകയാണ്. ഏതാ ബുക്ക്? ആ ബുക്കിനെ പറഞ്ഞ പേരാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. എന്താ മക്കളെ വന്നത്? നമ്മൾ ജേണൽ തയ്യാറാക്കിയത്. അതൊരു സിമിലർ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ, ഇപ്പൊ പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും? പർച്ചേസസ് എന്ന ലെഡ്ജറിലോട്ട് നമ്മൾ മാറ്റാൻ പോകുന്നു, അല്ലെങ്കിൽ പർച്ചേസസ് എന്ന അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റാൻ പോവുകയാണ്. ദെൻ വിൽപ്പന, സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസ് നമ്മൾ ഒരൊറ്റ അക്കൗണ്ടിലോട്ട് മാറ്റാൻ പോവാണ്, സെയിൽസ് അക്കൗണ്ടിലോട്ട് മാറ്റാൻ പോവുകയാണ്. ദെൻ ഫിക്സഡ് അസറ്റ്സുമായി ബന്ധം, അല്ലെങ്കിൽ ക്യാഷുമായി ബന്ധപ്പെട്ടത് എത്ര രൂപ വന്നു, എത്ര രൂപ ചെലവായി, അങ്ങനെ ക്യാഷുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസ് നമ്മൾ വേറൊരു സെപ്പറേറ്റ് അക്കൗണ്ട്. അപ്പം ഓരോ ജേണലിലും നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം, വിശകലനം ചെയ്തതിനു ശേഷം നമ്മൾ അവയെ ക്ലാസിഫൈ ചെയ്യുന്നു. അവയെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു ഇൻ അനദർ അക്കൗണ്ട് ബുക്ക് കോൾഡ് ലെഡ്ജർ എന്ന് പറയുന്നു. ലെഡ്ജർ നമ്മൾ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. കുറെ അക്കൗണ്ട്സിന്റെ കളക്ഷൻ ആണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. ലെഡ്ജർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കുറെ അക്കൗണ്ട്സിന്റെ കളക്ഷൻ ആണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ പ്രത്യേകത, ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആർ ഗ്രൂപ്പ്ഡ് ഇൻ വൺ പ്ലേസ് ഇൻ ദ ഫോം ഓഫ് ആൻ അക്കൗണ്ട്. ലെഡ്ജറിൽ നമ്മൾ കുറെ അക്കൗണ്ട്സ് വരയ്ക്കും. ആ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഒരു അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഏതാണോ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ഒരൊറ്റ പ്ലേസിലോട്ട് മാറ്റാൻ പോവുകയാണ് ഇൻ ദ ഫോം ഓഫ് ആൻ അക്കൗണ്ട്. എന്താ ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ, ഒരേ സ്വഭാവമുള്ള ഒരേ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് ഒരൊറ്റ പ്ലേസ് ആക്കാൻ പോവുകയാണ്. അതിന് ആ ഒറ്റ പ്ലേസിനെ പറഞ്ഞ പേരാണ് ഇൻ ദ ഫോം ഓഫ് ആൻ അക്കൗണ്ട്. ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആർ ഗ്രൂപ്പ്ഡ്. സിമിലർ നേച്ചർ ആർ ഗ്രൂപ്പ്ഡ് ഇൻ വൺ പ്ലേസ്. ഓക്കെ, നമ്മളെല്ലാം സിമിലർ നേച്ചർ അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഒരുമിച്ചാക്കി ഒരൊറ്റ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സെയിൽസുമായി ബന്ധപ്പെട്ടതെല്ലാം കൂടെ സെയിൽസിലോട്ട് പോവുകയാണ്. ദെൻ പർച്ചേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം പർച്ചേസ് അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ, ക്യാഷുമായി റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് എല്ലാം ക്യാഷ് അക്കൗണ്ടിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഒരേ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു പ്ലേസിലോട്ട് ആക്കുന്നു, ഒരു അക്കൗണ്ട് ആക്കി മാറ്റുന്നു. അതിനെ പറഞ്ഞ പേര് ലെഡ്ജർ. ദെൻ മൂന്നാമത്തെ പ്രത്യേകത, ലെഡ്ജറിന്റെ മൂന്നാമത്തേത്, ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ഓർ ദ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി. എന്താണിത്? ലെഡ്ജർ ഈസ് എ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ഓർ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി. നമ്മൾ ജേണൽ എൻട്രി പഠിപ്പിച്ചപ്പോൾ ഓർമ്മയുണ്ട്, ജേണൽ തയ്യാറാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രൈമറി എൻട്രി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ജേണൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ, നടന്നു കഴിഞ്ഞാൽ, ബിസിനസ് സ്ഥാപനത്തിൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലായിരിക്കും.
ജേർണലിൽ റെക്കോർഡ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ലെഡ്ജറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ റെക്കോർഡിംഗ് അവിടെ പൂർത്തിയാവുകയാണ്. അപ്പൊ ബുക്ക് ഓഫ് ട്രാൻസാക്ഷൻസ് അവിടെ നമ്മൾ പൂർത്തിയാക്കുന്നത് എവിടെയാണ്? റെക്കോർഡിംഗ് തയ്യാറാക്കുന്നത് ലാസ്റ്റ് തയ്യാറാക്കുന്നത് എവിടെയാണ്? ലെഡ്ജറിലാണ്. സോ ലെഡ്ജർ ഈസ് നോൺ ആസ് എ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ഓർ ബുക്ക് ഓഫ് ദി സെക്കൻഡറി എൻട്രി എന്ന് പറഞ്ഞു. ഓക്കെ മക്കളെ, എന്താണ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ? നമ്മൾ ജേർണലിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അത് നമ്മൾ വേറൊരു ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. ആ ബുക്കിനെ പറഞ്ഞ പേരാണ് ലെഡ്ജർ. എന്താണ് ലെഡ്ജറിന്റെ പ്രത്യേകത? ഒന്നാമത്തേത്, ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. കുറെ അക്കൗണ്ട്സിന്റെ കളക്ഷൻ ആണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ദെൻ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ, ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഗ്രൂപ്പ് ആക്കി ഒരൊറ്റ പ്ലേസ് ആക്കി മാറ്റുന്നു. അതിന് പറഞ്ഞ പേര് അക്കൗണ്ട് എന്ന് പറയുന്നു. ദെൻ ലെഡ്ജറിന് വേറൊരു പേര് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ഓർ ദ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി എന്ന് നമ്മൾ പറയുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ലെഡ്ജർ തയ്യാറാക്കുന്നതെന്ന്. ഓക്കെ, നമുക്ക് അതിന്റെ ഫോർമാറ്റ് വരച്ചു നോക്കാം. എങ്ങനെയാണ് ലെഡ്ജർ തയ്യാറാക്കുന്നത്? പ്രധാനമായിട്ട് നമ്മുടെ സ്ഥാപനത്തിലെ അക്കൗണ്ട്സ്, ഞാൻ പറഞ്ഞു ട്രാൻസാക്ഷൻസിനെ പ്രധാനമായിട്ട് നമുക്ക് 5ആയി തരംതിരിക്കുന്നുണ്ട്. അക്കൗണ്ട്സ് പ്രധാനമായിട്ട് നമ്മൾ ജേർണൽ എൻട്രിയുടെ റൂൾസ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അക്കൗണ്ട്സ് പ്രധാനമായിട്ടും 5 തരമുണ്ട്. അസറ്റ് അക്കൗണ്ട്, ലയബിലിറ്റി അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ ഇൻകം അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട്. നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ അങ്ങനെ 5 തരത്തിലോട്ട് മാറ്റിയിരുന്നു. അതിൽ 3 തരത്തിലുള്ളവ, അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇവ 3. അസറ്റ്സ് അക്കൗണ്ട്, liabilities account, capital account. ഇത് മൂന്നും പറഞ്ഞത് പെർമനന്റ് അക്കൗണ്ട് എന്നാണ് ഇവയെ പറയുന്നത്. ഓക്കെ, ഇവയെ 3 നമ്മൾ പറഞ്ഞ പേര് പെർമനന്റ് അക്കൗണ്ട്. കാരണം ഇവയെ നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല, ഇവയെ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. ഇവയെ ഓരോ അക്കൗണ്ടിങ് കാലയളവ് കഴിയുമ്പോൾ, ഓരോ അക്കൗണ്ടിങ് പീരീഡ് കഴിയുമ്പോൾ ബാലൻസ് ചെയ്ത് അവയുടെ ബാലൻസ് നമ്മൾ അടുത്ത അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ അടുത്ത വർഷത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പെർമനന്റ് അക്കൗണ്ട് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ് പെർമനന്റ് അക്കൗണ്ട്? അസറ്റ് അക്കൗണ്ട്, ലയബിലിറ്റീസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് 3 നമ്മൾ എവിടെ കാണിക്കുന്നവയാണ്? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ കാണിക്കുന്ന എലമെന്റ്സ് ആണ് അസറ്റ്സ് അക്കൗണ്ട്, ലയബിലിറ്റീസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല, പകരം ബാലൻസ് ചെയ്ത് ഇവയുടെ ബാലൻസ് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുകയും ദെൻ അടുത്ത വർഷം ഇവയുടെ ബാലൻസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ അക്കൗണ്ട്സിനെ പറഞ്ഞ പേര് പെർമനന്റ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ദെൻ നമുക്ക് അടുത്ത 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞിരുന്നു 5 തരം അക്കൗണ്ട്സ് ഉണ്ട്. അസറ്റ്സ് അക്കൗണ്ട്, ലയബിലിറ്റീസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്ത 2 ഏതാണ്? ഇൻകം അക്കൗണ്ട് ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട്. ഇൻകം അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് റവന്യൂ അക്കൗണ്ട്. ഇൻകം ഓർ റവന്യൂ അക്കൗണ്ട് ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട്. ഇവ എന്താ അറിയപ്പെടുന്നു? ഇവ രണ്ടും ടെമ്പററി ആണ്. ഇവ രണ്ടും ടെമ്പററി അക്കൗണ്ട് ആണ്. കാരണം ഈ ഇൻകം എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഇവയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ്, ബാലൻസ് ചെയ്ത് അവരുടെ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ അതിനെ എങ്ങോട്ടേക്ക് മാറ്റുന്നു? ഈ അവരുടെ അക്കൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അടുത്ത വർഷത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. പക്ഷേ ഓൾ പെർമനന്റ് അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ് ആൻഡ് ക്യാരി ഫോർവേഡ് ടു ദി നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. അത് ഓർമ്മിക്കുക. പെർമനന്റ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നുണ്ട്, അവയുടെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് കണക്കാക്കുന്നുണ്ട്, അവ നമ്മൾ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മാറ്റുന്നുണ്ട്. പക്ഷെ അവയെ നമ്മൾ ബാലൻസ് ചെയ്യുന്നില്ല. നമുക്ക് അവിടെ ക്ലോസ് ചെയ്യുകയാണ്, അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു, നമ്മൾ അവ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് അവയെ പറഞ്ഞ പേര് ടെമ്പററി അക്കൗണ്ട്. ഏതൊക്കെയാണ് അവ? ഇൻകം ഓർ റവന്യൂ ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തോട്ട് പോകുന്നത് എന്താണ് അക്കൗണ്ട് എന്ന് നമുക്ക് പഠിക്കാം. നമ്മൾ ലെഡ്ജർ പറഞ്ഞു, ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ കുറെ അക്കൗണ്ട്സിന്റെ കൂട്ടാണ്. നമ്മൾ ലെഡ്ജർ തയ്യാറാക്കുമ്പോൾ ഓരോ അക്കൗണ്ടിന് നമ്മൾ ഓരോ പേജ് കൊടുക്കണം. നമ്മൾ മാനുവലായിട്ട് തയ്യാറാക്കുമ്പോൾ, ബുക്സ് തയ്യാറാക്കുമ്പോൾ ആദ്യം ക്യാഷ് അക്കൗണ്ട്, ക്യാഷുമായി റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് എല്ലാം ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുന്നു. ദെൻ അടുത്ത പേജിൽ നമ്മൾ സെയിൽസ് അക്കൗണ്ട്, സെയിൽസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് എല്ലാം സെയിൽസ് അക്കൗണ്ട് തയ്യാറാക്കുന്നു. പർച്ചേസുമായി റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് എല്ലാം പർച്ചേസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പം കുറെ അക്കൗണ്ട്സിന്റെ കളക്ഷൻ പറഞ്ഞ പേരാണ് ലെഡ്ജർ. അപ്പൊ എന്താണ് അക്കൗണ്ട് നമുക്ക് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ട്? എന്താണ് അക്കൗണ്ട് നോക്കാം. അക്കൗണ്ട് ഈസ് എ ഫോർമൽ റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ ഐറ്റം. ഒരു പർട്ടിക്കുലർ ഐറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
പർട്ടിക്കുലർ ഐറ്റം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു സിമിലർ നേച്ചർ. പർട്ടിക്കുലർ ഐറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെക്കോർഡാക്കി മാറ്റുന്നു. അവയുടെ ഒരു ഫോർമൽ റെക്കോർഡിന് പറഞ്ഞ പേരാണ് അക്കൗണ്ട്. ഫോർമൽ റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ ഐറ്റം. ഓക്കെ, ഇപ്പൊ സെയിൽസ് നേരത്തെ എപ്പോഴും ഞാൻ പറഞ്ഞ എക്സാം മനസ്സിലാക്കുക. സെയിൽസുമായി റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ എന്താക്കി മാറ്റുന്നു, ഒരൊറ്റ അക്കൗണ്ട് ആക്കി മാറ്റുന്നു. ബ്രിങ്സ് ടുഗദർ ദ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ അറ്റ് വൺ പ്ലേസ് ഇൻ എ ബുക്ക് കോൾഡ് ലെഡ്ജർ. നേരത്തെ പറഞ്ഞു നമ്മൾ സിമിലർ ട്രാൻസാക്ഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ലെഡ്ജറിലോട്ട് കൊണ്ടുവരികയാണ്. അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അക്കൗണ്ട് എന്ന് പറഞ്ഞത്. അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ നോക്കാം, അക്കൗണ്ട് ഒരു ടി ഫോം ആണ്. അക്കൗണ്ട് ഒരു ടി ഫോം ആണ്, ഓർമ്മിക്കുക. അതിന് രണ്ട് വശങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ടി ഫോം ആണ് അക്കൗണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ പേര് ഡെബിറ്റ് സൈഡ്, ദെൻ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞ പേര് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അക്കൗണ്ട് എന്നുള്ളത് എന്താണ്, ഒരു ടി ഫോം ആണ്. ഇതാണ് ഒരു അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. എന്താണ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഫോർമൽ റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ ഐറ്റം. ഒരു പർട്ടിക്കുലർ ഒരു സ്പെഷ്യൽ ഐറ്റം എന്താണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഒരൊറ്റ റെക്കോർഡാക്കി മാറ്റുന്നു. ആ ഫോർമൽ റെക്കോർഡിനെ പറഞ്ഞ പേര് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒരു ടി ഫോം ആണ്. നമുക്ക് അതിന്റെ ഒറിജിനൽ ഫോർമാറ്റ് ഓഫ് അക്കൗണ്ട് വരച്ച് പഠിക്കാം. എല്ലാവരും നമ്മുടെ ജേർണൽ എൻട്രിയുടെ ഫോർമാറ്റ് വരച്ച് പഠിച്ചതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ലെഡ്ജർ അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരച്ച് പഠിക്കുക. രണ്ട് വശമുണ്ട് ഒരു അക്കൗണ്ടിന്, ഒരു ഡെബിറ്റ് വശവും ഒരു ക്രെഡിറ്റ് വശവും. നമുക്ക് വരയ്ക്കാം എന്താണ് ഫോർമാറ്റ് ഓഫ് അക്കൗണ്ട്. ഫോർമാറ്റ് ഓഫ് അക്കൗണ്ട് നേരത്തെ ഞാൻ അതിന്റെ ഒരു സിമ്പിൾ ഫോം പറഞ്ഞു, അതൊരു ടി ഫോം ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ടി എന്ന അക്ഷരം നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയില് ടി എന്ന അക്ഷരം പോലെ ഇരിക്കും. പക്ഷെ അതിന് രണ്ട് വശമുണ്ട്. ഡെബിറ്റ് സൈഡ് കുറെ വരുന്നുണ്ട്, ക്രെഡിറ്റ് സൈഡ്. എന്തൊക്കെയാണ് ഡെബിറ്റ് സൈഡ് എന്ന് നോക്കാം. ആദ്യം അതിനൊരു ഡേറ്റ് കോളം ഉണ്ടായിരിക്കും, ദെൻ അതിനൊരു പർട്ടിക്കുലർ കോളം ഉണ്ടായിരിക്കും, അതിനൊരു ജേർണൽ ഫോളിയോ ഉണ്ടായിരിക്കും, ദെൻ എമൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, മാറിപ്പോയത്. നമുക്ക് ഒന്നത്തെ ഡേറ്റ്, ദെൻ പർട്ടിക്കുലേഴ്സ്, ദെൻ ജേർണൽ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇത്രയും തന്നെ എവിടെയുമുണ്ട് ക്രെഡിറ്റ് സൈഡ്. ആദ്യം ഡേറ്റ്, ദെൻ പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, ദെൻ ക്രെഡിറ്റ് എമൗണ്ട്. ഇത് ഇത്രയുമാണ് ഒരു അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. മാറിപ്പോയത്. നമ്മൾ ആദ്യം ഒരു ടി ഫോം പോലെ വരച്ചു. അപ്പൊ അതിന് രണ്ട് വശം കിട്ടി. ഒരു വശത്തിന് ഡെബിറ്റ് സൈഡ്, മറുവശം ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് എന്തൊക്കെ വരുന്നുണ്ട്, ഒരു ഡേറ്റ് വരുന്നുണ്ട്. നമുക്ക് ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് നമ്മൾ എഴുതും. അതിന്റെ ഡെബിറ്റ് ആസ്പെക്റ്റോ ക്രെഡിറ്റ് ആസ്പെക്റ്റോ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. സോ ഇത് പർട്ടിക്കുലർ കോളം. ഇവിടെ നമ്മൾ ജേർണൽ ഫോളിയോ, നമ്മൾ ജേർണൽ വരച്ചപ്പോൾ അവിടെ ലെഡ്ജർ ഫോളിയോ എഴുതിയിരുന്നു, ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പൊ ഇതിന്റെ പേജ് നമ്പർ അവിടെ എഴുതാനാണ് നമ്മൾ അവിടെ ലെഡ്ജർ ഫോളിയോ എഴുതുന്നത്. അതേപോലെ അവിടുത്തെ പേജ് നമ്പർ എഴുതാനുള്ളതാണ് ഈ ജേർണൽ ഫോളിയോ. ഓക്കെ, ജേർണൽ ഫോളിയോ. ലെഡ്ജറിൽ നമ്മൾ ജേർണൽ ഫോളിയോ എന്ന് എഴുതും, ജേർണൽ നമ്മൾ ലെഡ്ജർ ഫോളിയോ എന്ന് എഴുതും. മാറിപ്പോകരുത്. ഇവിടെ നമ്മൾ ജേർണൽ ഫോളിയോ കൊടുക്കുന്നുണ്ട്. പേജ് നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എഴുതുക. ദെൻ എമൗണ്ട്, ഡെബിറ്റ് എമൗണ്ട് എത്രയാണോ അത് എഴുതുക. ദെൻ വീണ്ടും നമുക്ക് ഇത് തന്നെയാണ് ക്രെഡിറ്റ് സൈഡ്. ഇതേ ഐറ്റംസ് തന്നെയാണ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, ദെൻ എമൗണ്ട്. ഇത് നമ്മുടെ ഡെബിറ്റ് വശമാണ്. ഇത് നമ്മൾ ക്രെഡിറ്റ് വശം. DR എന്ന് ഡെബിറ്റ് സൈഡ് എഴുതുന്നു, ദെൻ ക്രെഡിറ്റ് സൈഡ് എഴുതുന്നു. ഓക്കെ, ഇതിന് എല്ലാം ഏറ്റവും മുകളിൽ എന്താ ഉണ്ടായിരിക്കണം, നമുക്ക് അക്കൗണ്ടിന്റെ നെയിം ഓഫ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഏറ്റവും മുകളിൽ എന്തുണ്ടായിരിക്കണം, നെയിം ഓഫ് അക്കൗണ്ടിന്റെ പേര് നമ്മൾ എഴുതി കൊടുത്തിരിക്കണം. ഇപ്പം ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, ദെൻ പർച്ചേസ് അക്കൗണ്ട് ആണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട്. ഏതുമായി റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ എഴുതാൻ പോണത് അത് നമ്മൾ കൃത്യമായിട്ട് അക്കൗണ്ടിന്റെ പേര് നമ്മൾ എഴുതിയിരിക്കണം. അപ്പൊ നമ്മൾ ഫോർമാറ്റ് ഒരു പ്രാവശ്യം കൂടെ നോക്കുക കൃത്യമായിട്ട്. നമുക്ക് ഞാൻ പറഞ്ഞു ഒരു ടി ഫോം ആണ്. ടി ഫോമിന്റെ ഇടതുവശം ഡെബിറ്റ് ട്രാൻസാക്ഷൻസ് എഴുതേണ്ടതല്ല, ദെൻ അപ്പുറത്ത് ആ പർട്ടിക്കുലർ ഐറ്റത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഡെബിറ്റ് സൈഡ് നമ്മൾ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ദെൻ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. നമ്മൾ ജേർണലിൽ നിന്ന് ജേർണൽ എൻട്രീസ് എല്ലാം നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റുകയാണ്, ലെഡ്ജറിലോട്ട് നമ്മൾ മാറ്റുകയാണ്. ഓരോ ജേർണലിന്റെയും അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പറഞ്ഞ പേര് പോസ്റ്റിംഗ്. നമ്മൾ അടുത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പോസ്റ്റിംഗ്. നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ജേർണൽ എൻട്രി, നമ്മൾ ജേർണൽ എൻട്രി തയ്യാറാക്കുന്നതിന് പറഞ്ഞ പേരെന്തായിരുന്നു, ജേർണലൈസിംഗ് എന്ന് പറഞ്ഞിരുന്നു.
ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ജേർണൽ എൻട്രി ഈസ് നോൺ ആസ് ജേർണലൈസിംഗ്. നമ്മൾ ആ ജേർണൽ എൻട്രി തയ്യാറാക്കിയതിനു ശേഷം ആ ജേർണൽ എൻട്രി നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്? അപ്രോപ്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്. അതുമായി അനുയോജ്യമായിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് പോസ്റ്റിംഗ്. എന്താണ് പോസ്റ്റിംഗ്? പോസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് എൻട്രീസ് ഫ്രം ജേർണൽ ടു ദ ലെഡ്ജർ. ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക്, അതിന്റെ ശരിയായിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, ജേർണൽ എൻട്രീസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് പോസ്റ്റിംഗ്. ഓക്കെ, മാറിപ്പോയത് ജേർണലൈസിംഗ് എന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ജേർണൽ എൻട്രി എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ജേർണൽ എൻട്രി തയ്യാറാക്കുന്നതിന് പറഞ്ഞ പേര് ജേർണലൈസിംഗ് എന്നും, ജേർണൽ എൻട്രി നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്? ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അതിന്റെ അതാത് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനെ പറഞ്ഞ പേര് പോസ്റ്റിംഗ്. എന്താണ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? പോസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് എൻട്രീസ് ഫ്രം ജേർണൽ ടു ദി അപ്രോപ്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്. മനസ്സിലായത്? ഇപ്പൊ ക്യാഷുമായി റിലേറ്റഡ് എല്ലാം ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി, അത് നമ്മൾ ജേർണൽ എൻട്രി തയ്യാറാക്കി. അതിനുശേഷം ആ ജേർണൽ എൻട്രി നമ്മൾ അതിന്റെ ശരിയായ അക്കൗണ്ടുകളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതിനാണ് നമ്മൾ പറഞ്ഞ പേര് പോസ്റ്റിംഗ്. ഓക്കെ, പോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് ഇനി പോസ്റ്റിംഗ് നടത്തേണ്ടതുള്ളത് പഠിച്ചേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കും. നമുക്ക് എങ്ങനെയാണ് പോസ്റ്റിംഗ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ട്രാൻസ്ഫറിംഗ് ഓഫ് ജേർണൽ എൻട്രീസ് ഫ്രം ജേർണൽ ടു ലെഡ്ജർ ഇസ് നോൺ ആസ് പോസ്റ്റിംഗ്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് ആദ്യം ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 10,000. ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി ക്യാഷ് കൊണ്ടുവന്ന് 10,000 റുപ്പീസ്. അപ്പൊ എങ്ങനെയാണ് ജേർണൽ എൻട്രി? ഞാനിപ്പോ അതിന്റെ ക്വസ്റ്റ്യൻ എഴുതാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 10,000. ഓക്കെ, നമുക്ക് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി 10,000 കൊണ്ടുവന്ന് നമുക്ക് അതിന്റെ ജേർണൽ എൻട്രി കൃത്യമായിട്ട് അറിയാം. നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. ആദ്യം ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. എത്ര രൂപയാണ്? 10,000 റുപ്പീസ്. ടു ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് എത്ര? 10,000. ഇതാണ് നമുക്ക് ഇങ്ങനൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ജേർണൽ എൻട്രി എഴുതുന്നുണ്ട്, ഡേറ്റ് എഴുതും, ദെൻ പർട്ടിക്കുലർ കോളത്തിൽ അതിന്റെ ഡെബിറ്റ് അക്കൗണ്ടും ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതി, ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് എഴുതി. ഇത് നമ്മൾ ഇതിനെ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം ഇവിടെ 2 അക്കൗണ്ട് ഉണ്ട്. ഒരു ഡെബിറ്റ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് അക്കൗണ്ട് ആണ്, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് അക്കൗണ്ട് ആണ്. അപ്പൊ നമുക്കിവിടെ 2 അക്കൗണ്ട് വേണം. ഈ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര അക്കൗണ്ട് വേണം? 2 അക്കൗണ്ട് വേണം. ഒരു ക്യാഷ് അക്കൗണ്ടും ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും വേണം. ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. എന്താണ് ക്യാഷ് അക്കൗണ്ട്? ക്യാഷ് അക്കൗണ്ട് നമ്മൾ നേരത്തെ ഫോർമാറ്റ് പറഞ്ഞിരുന്നു. എന്താണ്? ഒരു ടി ഫോം, 2 വശമുണ്ട്. ഡെബിറ്റ് വശത്ത് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ദെൻ ക്രെഡിറ്റ് സൈഡ് അത് തന്നെയാണ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. അപ്പൊ അക്കൗണ്ട് വരച്ചു. അതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, നമുക്ക് ആവശ്യമുള്ള അക്കൗണ്ട്സ് എത്രയാണ്? ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ വരച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ആദ്യം നമ്മൾ ആദ്യത്തെ ആസ്പെക്ട് എടുക്കുകയാണ്, ഡെബിറ്റ് ആസ്പെക്ട്, ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണെന്ന് നമുക്ക് അറിയാം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ്, ഓക്കെ, ക്യാഷ് അക്കൗണ്ട് അതാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോണത്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ ഡേറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ് എഴുതുക. പർട്ടിക്കുലർ കോളത്തിൽ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതുന്നു. മനസ്സിലായോ? ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് വരച്ചതിന് ശേഷം ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതുന്നു. ടു ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതി. എമൗണ്ട് എത്രയാണ്? 10,000 നമ്മൾ എഴുതി. ഓക്കെ, അത് മനസ്സിലാക്കാം. ഇതൊരു ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്, അതിന്റെ ക്രെഡിറ്റ് അക്കൗണ്ട് മനസ്സിലാക്കാൻ നമ്മൾ 2 ചേർത്തത്. ടു ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ അവിടെ എഴുതി. എന്താണ് ഇവിടെ മനസ്സിലാക്കുക? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ ഏത് അക്കൗണ്ട് എഴുതി? അതിന്റെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതി. അടുത്ത നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആസ്പെക്ട് ആണ്. സോ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്
മനസ്സിലായോ? ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഡേറ്റ് എഴുതുന്നു, ഡേറ്റ് ഉള്ളത് ഡേറ്റ് എഴുതുന്നു. ഏത് അക്കൗണ്ട് എഴുതും? ക്യാഷ് അക്കൗണ്ട് നമ്മൾ എഴുതും. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഏത് അക്കൗണ്ട് എഴുതും? ഡെബിറ്റ് അക്കൗണ്ട് എഴുതും. അത് ഡെബിറ്റ് അക്കൗണ്ട് മനസ്സിലാക്കാൻ അവിടെ നമ്മൾ ബൈ എന്ന് എഴുതും. മാറിപ്പോയത് ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി കാണിക്കും. എമൗണ്ട് 10,000. ഈ ബൈയും ടു ഒക്കെ നിർബന്ധമാണ്, നമ്മൾ പാരമ്പര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കണ ടു ബൈ എന്നൊക്കെ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് നമ്മൾ എഴുതുന്നു. ഒരു പ്രാവശ്യം കൂടെ പോസ്റ്റിംഗ് പറഞ്ഞുതരാം. പോസ്റ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? നമ്മളൊരു ട്രാൻസാക്ഷൻ എടുത്തു, അതിന്റെ ഡെബിറ്റ് ആസ്പെക്ട് ക്രെഡിറ്റ് ആസ്പെക്ട് മനസ്സിലാക്കി നമ്മൾ 2 അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. നിങ്ങൾ വരയ്ക്കുക. നമ്മൾ ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഈ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാൻ നമുക്ക് 2 അക്കൗണ്ട് വേണം. അതിൽ നമ്മൾ ആദ്യം ഡെബിറ്റ് അക്കൗണ്ട് എടുത്തു. ഡെബിറ്റ് അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് ഓക്കെ, ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ എന്ത് എഴുതി? അതിന്റെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതി. ടു ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതി പോസ്റ്റ് ചെയ്തു. ദെൻ നമുക്ക് അടുത്ത് എവിടെയും പോസ്റ്റ് കാണിക്കണം. കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴും 2 അക്കൗണ്ടിലും എഴുതണം നമ്മൾ. ഇപ്പൊ ഇതൊരു കോമ്പൗണ്ട് ജേർണൽ എൻട്രി ആണെങ്കിൽ 3 അക്കൗണ്ട് വരും. അപ്പൊ 3 അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഇപ്പൊ 2 അക്കൗണ്ട് ആയിട്ട് നമ്മൾ 2 അക്കൗണ്ടിലും ഡെബിറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് അക്കൗണ്ടിലും ക്രെഡിറ്റ് ആയതിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ കാണിക്കണം. ഓക്കെ, ഞാൻ മനസ്സിലാക്കി തരാം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ എങ്ങനെ എഴുതി? ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഏത് എഴുതി? അതിന്റെ ഡെബിറ്റ് അക്കൗണ്ട് എഴുതി. ഏതാണ് ഡെബിറ്റ് അക്കൗണ്ട്? ക്യാഷ് അക്കൗണ്ട്. എഴുതുന്നതിന് മുമ്പ് എന്ത് എഴുതി? ബൈ എന്നുകൂടെ ചേർത്തു. ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി. ഞാൻ വേറൊരു ട്രാൻസാക്ഷൻ കൂടെ എഴുതിയേക്കാം. വേറെന്താണ്? പെയ്ഡ് സാലറി എമൗണ്ട് റുപ്പീസ് 2,000. നമ്മൾ സാലറി കൊടുത്തു. സാലറി കൊടുത്തപ്പോ ജേർണൽ എൻട്രി എന്തായിരുന്നു വന്നത്? സാലറി അക്കൗണ്ട്, സാലറി എന്ന എക്സ്പെൻസ്, സാലറി അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. എമൗണ്ട് 2,000. ടു ക്യാഷ്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയത് കൊണ്ട്, ക്യാഷ് അസറ്റ് കുറഞ്ഞത് കൊണ്ട് ക്യാഷ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ജേർണൽ എൻട്രി ഇതാണ്. ഓക്കെ, നമുക്ക് ഈ പെയ്ഡ് സാലറി എന്ന ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ ജേർണൽ എൻട്രി നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞു. ജേർണൽ എൻട്രി എന്താണ്? സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇപ്പൊ നമുക്കിവിടെ 2 അക്കൗണ്ട് വേണം. സാലറി അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ട് നമുക്ക് വേണം. ഓക്കെ, നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. ദെൻ സാലറി അക്കൗണ്ട് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് നോക്കാം. ഡെബിറ്റ് അക്കൗണ്ട് ഏതാണ്? സാലറി അക്കൗണ്ട്. ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ട്. നമുക്ക് വേണ്ടത് സാലറി അക്കൗണ്ട് ഡെബിറ്റ് ആണ്. അപ്പൊ സാലറി അക്കൗണ്ട് എടുത്തു നമ്മൾ. സാലറി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ഇടതുവശം ഡെബിറ്റ് ആണ്. അപ്പൊ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ആയത്, ഈ വാക്ക് എപ്പോഴും മനസ്സിലാക്കുക. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് സാലറി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ ഏത് അക്കൗണ്ട് എഴുതും? ആ കറസ്പോണ്ടിങ് എന്താണ്? ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതും. ഓക്കെ, സാലറി അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് സാലറി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ടു ക്യാഷ് അക്കൗണ്ട്. ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് കോളത്തിൽ 2,000. ദെൻ നമ്മൾ നോക്കിയപ്പോ ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഏത് അക്കൗണ്ട് എഴുതും? ബൈ സാലറി അക്കൗണ്ട് എഴുതും. അതിന്റെ ഡെബിറ്റ് അക്കൗണ്ട് എഴുതും. എമൗണ്ട് 2,000. ബൈ സാലറി അക്കൗണ്ട് 2,000. പ്രാവശ്യം പറഞ്ഞുതരാം. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് സാലറി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി. ദെൻ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ എത്ര എഴുതി? എന്താണ്? 2,000. അതിന്റെ ഡെബിറ്റ് അക്കൗണ്ട് എഴുതി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് പോസ്റ്റ് നടത്തുന്നത്. അപ്പൊ ഇതുമായിട്ട് നമുക്ക് കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനാവശ്യമുള്ള എല്ലാ അക്കൗണ്ട്സും തയ്യാറാക്കുക. നമ്മൾ അവയെല്ലാം പോസ്റ്റ് ചെയ്യുക. അപ്പൊ ക്യാഷുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെല്ലാം ക്യാഷ് അക്കൗണ്ടിൽ വരും. ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം അതിന്റെ പോസ്റ്റിംഗ് എല്ലാം ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ഓരോ എക്സ്പെൻസ് നമ്മൾ അങ്ങനെ എല്ലാം ബിസിനസ് സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് അവിടെ പോസ്റ്റ് ചെയ്യേണ്ടതായി വരും. മനസ്സിലായിരിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവയെ നമ്മൾ ഏതൊക്കെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അതിന് ഡെബിറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതണം. ക്രെഡിറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ക്രെഡിറ്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് അക്കൗണ്ട് എഴുതണം. എഴുതുന്ന രീതി ഞാൻ പറഞ്ഞു. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതി. ദെൻ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഡെബിറ്റ് അക്കൗണ്ട് എഴുതി. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു.
നമുക്കൊരു കോമ്പൗണ്ട് ജേണൽ എൻട്രി വരികയാണെങ്കിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിനൊരു ക്വസ്റ്റ്യൻ എഴുതാം. നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എത്ര 2000 റുപ്പീസ്, കമ്മീഷൻ റിസീവ്ഡ് 3000 റുപ്പീസ് എന്ന് വിചാരിച്ചാൽ രണ്ടും ഇൻകം ആണ് കിട്ടി നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഒരേ ദിവസം. ഓക്കെ, സിമിലർ നേച്ചർ, സിമിലർ ഡേ, സെയിം ഡേ. അപ്പൊ നമുക്കിപ്പോ 2/3/2020 ഓക്കെ, നമുക്ക് ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് റുപ്പീസ് 2000, then കമ്മീഷൻ റിസീവ്ഡ് റുപ്പീസ് 3000. ഇത് രണ്ടും ഇൻകം ആണ് നമുക്കറിയാം. ഇൻട്രസ്റ്റ് കിട്ടി, പലിശ കിട്ടി, ദെൻ കമ്മീഷൻ കിട്ടി. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഇൻകം വന്നു. ഇപ്പൊ ക്യാഷ് കൂടി, ക്യാഷ് എന്ന അസറ്റ് നമുക്ക് കൂടി. നമുക്ക് ഇതിന്റെ ജേണൽ എൻട്രി കോമ്പൗണ്ട് ജേണൽ എൻട്രി ആണ്. ജേണൽ എൻട്രി ചെയ്യുന്ന രീതി ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് എന്ന അസറ്റ് കൂടിയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ദെൻ എത്ര രൂപയാണ് കൂടിയത്? ഇൻട്രസ്റ്റ് ആയിട്ട് 2000 കിട്ടി, ദെൻ 3000 കമ്മീഷൻ. അപ്പൊ മൊത്തത്തിൽ നമുക്ക് ക്യാഷ് 5000 കിട്ടി. 2 എന്തൊക്കെയാണ്, ഏത് ഇൻകം ആണ് കൂടിയത്? ഇൻട്രസ്റ്റ് എന്ന ഇൻകം ഇൻക്രീസ് ചെയ്തു. എത്ര രൂപ? ഇൻട്രസ്റ്റ് അക്കൗണ്ട് 2000, then to കമ്മീഷൻ അക്കൗണ്ട് 3000. ഇത് ഇത്രയുമാണ് നമുക്ക് ബിസിനസ് സ്ഥാപനത്തിൽ വർദ്ധിച്ചത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ജേണൽ എൻട്രി തയ്യാറാക്കി കഴിഞ്ഞു. ജേണൽ എൻട്രി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എളുപ്പമാണ്. നമുക്ക് ആദ്യം മനസ്സിലായി. നമ്മൾ ആദ്യം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്, ദെൻ ഇൻട്രസ്റ്റ് അക്കൗണ്ട്, കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. നമുക്ക് ആദ്യം ക്യാഷ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്യാം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് ഡേറ്റ് എഴുതുക 2/3/2020. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ടു ഇൻട്രസ്റ്റ് എത്ര രൂപയാണ്? 2000. ദെൻ എന്താണ്? കമ്മീഷൻ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതുക. അതായത് നമ്മൾ പഠിച്ചത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് നമ്മൾ ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതുന്നു. ടു കമ്മീഷൻ അക്കൗണ്ട് എമൗണ്ട് 3000. ഓക്കെ, ഇപ്പൊ ഡെബിറ്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ക്രെഡിറ്റ് അക്കൗണ്ട് പോവുകയാണ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട്, ഇത് രണ്ടും വേറെ വേറെയാണ്. സോ ഇൻട്രസ്റ്റ് അക്കൗണ്ട് നമ്മൾ എഴുതി. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഏത് എഴുതണം? ഡെബിറ്റ് അക്കൗണ്ട് എഴുതണം. ആദ്യം ഡേറ്റ് എഴുതുക 2/3/2020. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഏത് അക്കൗണ്ട് എഴുതണം? അതിന്റെ ഡെബിറ്റ് അക്കൗണ്ട്. ഏതാണ് ഡെബിറ്റ് അക്കൗണ്ട്? ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്ര എഴുതേണ്ടത്? 2000. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് എത്ര രൂപ കിട്ടി? 2000 രൂപ കിട്ടി. അതാണ് ഇതിന്റെ അർത്ഥം. അതുപോലെ കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് കമ്മീഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ എന്താ എഴുതുന്നു? ടു ക്യാഷ് അക്കൗണ്ട്. സോറി മക്കളെ. ഓക്കെ, നമുക്ക് കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് കമ്മീഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ എന്ത് എഴുതും? ബൈ ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 3000. കമ്മീഷൻ എന്ന രീതിയിൽ നമുക്ക് എത്ര രൂപ കിട്ടി? 3000 കിട്ടി. ഇങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രി നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ സിമ്പിൾ ആണ്. ഡെബിറ്റ് അക്കൗണ്ട് എടുക്കുക. ഡെബിറ്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് അക്കൗണ്ട് എടുക്കുക. ക്രെഡിറ്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഡെബിറ്റ് അക്കൗണ്ട് എഴുതുക. കുറെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായും നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ 1-2 തവണ കൂടെ കണ്ടു നോക്കുക. പോസ്റ്റിംഗ് കാണാതെ പഠിച്ചു വെക്കുക. ഡെബിറ്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡും. ദെൻ ഡെബിറ്റ് അക്കൗണ്ട് എഴുതുമ്പോൾ 2ഉം ക്രെഡിറ്റ് സൈഡ് എഴുതുമ്പോഴേക്കും നെക്സ്റ്റ് നമുക്ക് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. നമുക്ക് ജേണൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി, ലെഡ്ജർ എന്താണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ജേണലാണ്. ജേണലിൽ നമ്മൾ ജേണൽ എൻട്രി തയ്യാറാക്കുന്നു. ഡെബിറ്റ് ആസ്പെക്ട് എന്താണ്, ക്രെഡിറ്റ് ആസ്പെക്ട് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഒരു ജേണൽ എൻട്രി തയ്യാറാക്കുന്നു. ആ ജേണൽ എൻട്രി നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്? ലെഡ്ജർ. അതിന്റെ ഓരോരോ അപ്രോപ്രിയറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ലെഡ്ജർ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നു എന്തൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ നമുക്ക്
നോക്കാം വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. നമുക്ക് രണ്ട് കോളം വരച്ചേക്കാം. ഒന്നാമത്തേത് ജേണൽ, ജേണലിന്റെ പ്രത്യേകതകൾ നമുക്ക് എഴുതാൻ ജേണൽ. ദെൻ രണ്ടാമത്തേത് ലെഡ്ജർ. ഓക്കെ, എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കിയേക്കാം. ഒന്നാമത്തേത് ജേണൽ ഈസ് നോൺ ആസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി ആൻഡ് ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി. എന്തൊക്കെയാണ് ജേണൽ പറയുന്നത്? ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി. നമ്മൾ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നു, അതല്ലെങ്കിൽ പ്രൈമറി എൻട്രി എന്ന് പറയുന്നു. ആൻഡ് ഓൾസോ ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഓക്കെ, നമ്മൾ ജേണലിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി, ജേണൽ ഈസ് എ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി, ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. പക്ഷെ ലെഡ്ജർ അങ്ങനെയല്ല. നമ്മളിവിടെ തയ്യാറാക്കിയതിനു ശേഷമാണ് ലെഡ്ജർ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെഡ്ജറിനെ പറയുന്നത് ലെഡ്ജർ ഈസ് എ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി ഓർ ഫൈനൽ എൻട്രി. ഓക്കെ, ലെഡ്ജർ ഈസ് എ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി ഓർ ഫൈനൽ എൻട്രി. ഓക്കെ, റെക്കോർഡിംഗ് നമ്മൾ അവസാനം തയ്യാറാക്കുന്നത്, ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലായിരിക്കും, രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്നത് ലെഡ്ജറിലായിരിക്കും. ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ ഇതിൽ എങ്ങനെ എഴുതുന്നു, ഇവിടെ ഓർഡർ എങ്ങനെയാണ്? ഇവിടെ ജേണൽ നമ്മൾ തയ്യാറാക്കുന്നത്, നമ്മൾ അന്നേ പറഞ്ഞു, ജേണൽ എൻട്രി നമ്മൾ തയ്യാറാക്കുന്നത് എപ്പോഴും ക്രോണോളജിക്കൽ ഓർഡർ ആയിരിക്കണം. ആദ്യം വരുന്ന ട്രാൻസാക്ഷൻ നമ്മൾ ആദ്യം എഴുതണം, അതിനുശേഷം തൊട്ടടുത്ത് അതിന് കൃത്യമായ സമയം അനുസരിച്ചാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ ജേണൽ തയ്യാറാക്കുന്നത്. അപ്പം ജേണൽ ഈസ് പ്രിപ്പയറിംഗ് ഓൺ ക്രോണോളജിക്കൽ ഓർഡർ. പക്ഷെ ലെഡ്ജർ തയ്യാറാക്കുന്നത് ക്രോണോളജിക്കൽ ഓർഡർ അല്ല, അനലിറ്റിക്കൽ മാനർ ആണ്. നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം അവ ഏത് അക്കൗണ്ടിൽ വരും, ഓക്കെ, അത് സെയിൽസ് അക്കൗണ്ട് ആണോ, പർച്ചേസ് അക്കൗണ്ട് ആണോ, അങ്ങനെ അനലിറ്റിക്കൽ ഓർഡർ നമ്മൾ വിശകലനം ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവയെ ക്ലാസിഫൈ ചെയ്ത് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ലെഡ്ജർ തയ്യാറാക്കുന്നത് അനലിറ്റിക്കൽ മാനർ എന്ന് പറയുന്നു. ഓക്കെ, തയ്യാറാക്കുന്ന രീതിയാണ് പറഞ്ഞത്. നമ്മുടെ ജേണൽ നമ്മൾ തയ്യാറാക്കുന്നത് ക്രോണോളജിക്കൽ ഓർഡർ ആണ്. ദെൻ ലെഡ്ജർ നമ്മൾ തയ്യാറാക്കുന്നത് അനലിറ്റിക്കൽ മാനർ. ദെൻ നമ്മൾ ഇതെങ്ങനെ ജേണൽ നമ്മൾ തയ്യാറാക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഡോക്യുമെന്റ്. നമ്മൾ ജേണൽ തയ്യാറാക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഡോക്യുമെന്റ്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ട്രാൻസാക്ഷൻ നടന്നതിന്റെ തെളിവായിട്ട്, പ്രൂഫായിട്ട് അവിടെ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത് സോഴ്സ് ഡോക്യുമെന്റ്. അത് ഇൻവോയ്സ്, ബില്ല്, റെസീറ്റ്, ക്യാഷ് മെമ്മോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ ക്രെഡിറ്റ് നോട്ട്, ദെൻ പർച്ചേസസ് റിട്ടേൺ ആണെങ്കിൽ ഡെബിറ്റ് നോട്ട്, അങ്ങനെ കുറെ സോഴ്സ് ഡോക്യുമെന്റ് പറഞ്ഞു. ആ സോഴ്സ് ഡോക്യുമെന്റ്സിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ജേണൽ എൻട്രി നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം ജേണൽ ഈസ് പ്രിപ്പയറിംഗ് ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഡോക്യുമെന്റ് ആൻഡ് ലെഡ്ജർ ഈസ് പ്രിപ്പയറിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ജേണൽ. എന്താണ് നമ്മൾ ലെഡ്ജർ തയ്യാറാക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ജേണൽ. ജേണൽ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ലെഡ്ജർ തയ്യാറാക്കുന്നത്. ഓക്കെ, ഒന്നാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ജേണൽ ഈസ് നോൺ ആസ് ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ പ്രൈമറി എൻട്രി അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രി. ലെഡ്ജർ ഈസ് നോൺ ആസ് ദ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി ഓർ ഫൈനൽ എൻട്രി. Then journal is preparing on chronological order and ledger is preparing in analytical manner. And journal is preparing on the basis of source document and ledger is preparing on the basis of journal. Journal എന്താണ് തയ്യാറാക്കുന്നത്? അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ലെഡ്ജർ തയ്യാറാക്കുന്നത്. അടുത്ത പ്രത്യേകത, ജേണൽ നമ്മൾ ഒരിക്കലും ബാലൻസ് ചെയ്യുന്നില്ല, നമ്മൾ എഴുതിക്കൊണ്ട് പോവുകയാണ്. ഓരോ ജേണൽ എൻട്രി അവ ട്രാൻസാക്ഷൻ നടന്നതിന്റെ ഇതനുസരിച്ച് ഓർഡർ അനുസരിച്ച് നമ്മൾ എന്താണ് എഴുതിക്കൊണ്ട് പോകുന്നു, ജേണൽ എൻട്രി തയ്യാറാക്കുന്നു. ദർ ഈസ് നോ ബാലൻസിങ് ഇൻ ജേണൽ. അവിടെ എന്തില്ല, നമുക്ക് ജേണൽ നമ്മൾ ബാലൻസ് ചെയ്യുന്നില്ല. നോ ബാലൻസിങ്, അവിടെ നമ്മൾ ബാലൻസ് നടത്തില്ല. പക്ഷെ ലെഡ്ജർ അങ്ങനെയല്ല, ഓൾ അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ്. നമുക്ക് തയ്യാറാക്കിയിരിക്കുന്ന എല്ലാ അക്കൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഡെബിറ്റ് ബാലൻസ് എത്ര, ക്രെഡിറ്റ് ബാലൻസ് എത്ര, അങ്ങനെ ബാലൻസ് ക്യാരിയർ ഓൺ എത്രയാണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ക്ലോസിംഗ് ബാലൻസ് എത്രയാണ് നമ്മൾ കൃത്യമായി കണ്ടുപിടിക്കണം. അതുകൊണ്ട് ലെഡ്ജറിൽ തയ്യാറാക്കുന്ന എല്ലാ അക്കൗണ്ട്സ് നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. പക്ഷെ ജേണൽ അങ്ങനെയല്ല, ജേണലിൽ നമുക്ക് ബാലൻസിങ് ഇല്ല. ഇവിടെ നമുക്ക് ലെഡ്ജർ ആണെങ്കിൽ ഓൾ അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ്. All accounts are balanced. The last difference, the process of preparing journal entry in journal is known as journalizing. Okay, നമ്മൾ പഠിച്ചു ജേണൽ എൻട്രി തയ്യാറാക്കുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരെന്താണ്?
journalizing, and the process of transferring journal entry from ledger is known as posting. ഓർമ്മയുണ്ടോ പഠിപ്പിച്ചത്? ഓക്കെ, നമ്മൾ രണ്ടും ഓർമ്മിക്കാം. ജേർണൽ എൻട്രി തയ്യാറാക്കുന്നതിന് നമ്മൾ ജേർണലൈസിംഗ് എന്നും പറയുന്നു. ജേർണൽ എൻട്രി തയ്യാറാക്കുന്നതിന് നമ്മൾ ജേർണലൈസിംഗ് എന്നും പറയുന്നു. ദെൻ ജേർണലിൽ നിന്ന് ജേർണൽ എൻട്രി നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്? ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറഞ്ഞ പേര് പോസ്റ്റിംഗ് എന്നും പറയുന്നു. ഓക്കെ, വ്യത്യാസം ഇത്രയേ ഉള്ളൂ. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജേർണൽ ആൻഡ് ലെഡ്ജർ? ജേർണൽ നമ്മൾ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി, പ്രൈമറി എൻട്രി, ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നു. ദെൻ ലെഡ്ജർ ഈസ് എ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി അല്ലെങ്കിൽ ഫൈനൽ എൻട്രി എന്ന് പറയുന്നു. ദെൻ ജേർണൽ നമ്മൾ തയ്യാറാക്കുന്നത് ഓൺ ദ ബേസിസ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ ജേർണൽ തയ്യാറാക്കുന്നത്. ലെഡ്ജർ അങ്ങനെയല്ല. ഓരോ ട്രാൻസാക്ഷനും വിശകലനം ചെയ്തതിനു ശേഷം അവ ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം നമ്മൾ തീരുമാനിക്കുന്നത്. ദാറ്റ് ഈസ് അനലിറ്റിക്കൽ മാനർ. ദെൻ അടുത്ത നമ്മളത് ജേർണൽ ഈസ് പ്രിപ്പയറിംഗ് ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഡോക്യുമെന്റ്. ഓരോ ഡോക്യുമെന്റ് നമുക്ക് തെളിവ് അനുസരിച്ച്, പ്രൂഫ് അനുസരിച്ചാണ് നമ്മൾ ജേർണൽ എൻട്രി തയ്യാറാക്കുന്നത്. പക്ഷെ ഓൺ ദ ബേസിസ് ഓഫ് ജേർണലാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ലെഡ്ജർ തയ്യാറാക്കുന്നത്. ജേർണൽ ബുക്ക് അല്ലെങ്കിൽ ജേർണൽ നമ്മൾ ബാലൻസ് ചെയ്യുന്നില്ല. പക്ഷെ ലെഡ്ജറിലുള്ള എല്ലാ അക്കൗണ്ട്സ് നമ്മൾ ബാലൻസ് ചെയ്യണം. Then the process of preparing journal is known as journalizing. The process of transferring journal entry to ledger is known as posting. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ലെഡ്ജർ എന്താണ്, അക്കൗണ്ട് എന്താണ്, ഫോർമാറ്റ് ഓഫ് അക്കൗണ്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ദെൻ അതിനുശേഷം എങ്ങനെ നമ്മൾ പോസ്റ്റിംഗ് ചെയ്യുന്നു, ജേർണൽ എൻട്രി നമ്മൾ എങ്ങനെ ആണ് പോസ്റ്റ് ചെയ്യുന്നത്, ഡെബിറ്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ എന്താണ് കുറെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഈസി ആയിട്ട് മാറുകയുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഓൾ.